ഇതൊന്ന് ഹോൾഡ് ചെയ്യാം. കൃഷ്ണകുമാർ കുടുംബത്തിൽ ഇച്ചിരിയെങ്കിലും മനുഷ്യപ്പറ്റുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അത് അഹാനയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിവിടെ തെളിയുന്നുണ്ടല്ലോ, നിങ്ങൾ തന്നെ കണ്ടല്ലോ. മനുഷ്യപ്പറ്റ് മാത്രമല്ല, ആൾക്കാരോട് ഇച്ചിരി സംസാരിക്കാനും അറിയാവുന്നത് അഹാനയ്ക്കാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നലെ സിന്ധു കൃഷ്ണ, അഹാനയുടെ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ OBOC ദിയയുടെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കോൺട്രവേഴ്സി എല്ലാവർക്കും അറിയാം. സോ അതിൽ ഉള്ള ആ ഒരു 3 പെൺകുട്ടികൾ, ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടി എന്ന് പറയുന്ന ആ 3 പെൺകുട്ടികളെ ഇരുത്തിക്കൊണ്ട് അഹാന സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ സിന്ധു കൃഷ്ണയുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ അവസാനം ഒരു ഭാഗമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അതായത് ആ പെൺകുട്ടികൾക്ക് സ്വന്തം അനിയത്തിയുടെ സ്ഥാപനത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള എമൗണ്ട് പറ്റിച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്ന അഹാനയെ കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് അവരോട് കുറച്ചും കൂടെ ഇഷ്ടം തോന്നി. ഉള്ള കാര്യം പറയാലോ. എന്ന് വെച്ചിട്ട് ആ കുടുംബത്തിലെ എല്ലാവരെയും ഞാനങ്ങ് എടുത്ത് തലേ വെക്കണമെന്നൊന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ വീണ്ടും അതിവിടെ തുടക്കത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു വെച്ചേക്കാം. കാരണം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത 2 വീഡിയോയിലും ഞാൻ വിശദമായിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ ഈ 3 പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ പോയില്ല, ഒരു പരിധിയിൽ കൂടുതൽ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യാൻ പോയില്ല. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ 2ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞപ്പം ഞാൻ ആ വീഡിയോ മാറ്റിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? എനിക്ക് തെറ്റുപറ്റും. ഞാൻ പറ്റ എല്ലാം അറിയാവുന്ന അങ്ങനൊന്നും അല്ല. എനിക്കൊക്കെ തെറ്റുപറ്റും. ഞാനും നോർമൽ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ്. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. വലിയ തെറ്റൊന്നും അല്ല. ഞാനൊരു ചെറുതായിട്ട് പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ 2ാമത്തെ വീഡിയോയിൽ അഹാനയൊക്കെ ഞാൻ കുത്തിയോ. കാരണം ഞാൻ 2 വീഡിയോയും ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടില്ല, സോറി, അഹാനയല്ല, ദിയെ കുത്തിയോ എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. കാരണം കുറേ പേര് പറഞ്ഞപ്പം അതിനുള്ള മെയിൻ റീസൺ ഇതാണ്. ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. നമുക്ക് കിട്ടിയ ക്ലിപ്പുകൾ, ഞാൻ കണ്ട ക്ലിപ്പുകൾ എന്ന് പറയുന്നത് ദിയയും ദിയയുടെ അച്ഛനും കൂടെ വന്നിരുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു. അതിലൊക്കെ ലിറ്ററലി എനിക്ക് കുറേ സംശയങ്ങൾ തോന്നി. പ്രത്യേകിച്ച് കൃഷ്ണകുമാർ വന്നിട്ട് പറയുന്നു ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് പോയി നോക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ടാക്സ് വെട്ടിക്കാനുള്ള പരിപാടിയാണോ എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് സംശയം തോന്നി. പിന്നെ ആ പിള്ളേർ വന്ന് പറയുന്ന കാര്യം, അവർ വന്നിട്ട് ചറ പറയെന്ന് പറഞ്ഞ് ഒരു സംശയമില്ലാതെ അവർ കാര്യങ്ങൾ പറയുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, സാധാരണക്കാർ 3 പെൺകുട്ടികളാണ്. വെറുതെ അങ്ങോട്ട് അവരെ ആട്ടിപ്പായിച്ചു വിടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് കുറച്ച് പൈസയും ഇടപാടും ഒക്കെ ഉള്ള ടീമുകൾ. അവരിതിനെ മുന്നേ കാണിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാവുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ പിള്ളേരുടെ സൈഡിലോട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നോക്കും, അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ആ കൊടുത്ത കുറച്ച് സപ്പോർട്ടേ ചെയ്തുള്ളൂ, പക്ഷെ ആ സപ്പോർട്ട് ചെയ്തതിന് ഞാനൊന്ന് ദുഃഖിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ വീഡിയോ മാറ്റിയത്. ഓക്കെ, തെറ്റുപറ്റി, ഞാനത് മാറ്റി എന്ന് വെച്ചിട്ട് 3ാമത്തെ വീഡിയോ ഞാൻ ചെയ്യാതിരിക്കത്തില്ല. ഇതിലും എനിക്ക് ഒരു സംശയം തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയും. തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം, ഒരു പരിധിയിൽ കൂടുതൽ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെ ഒന്നും ഞാനെടുത്ത് തലേ വെക്കത്തില്ല. അഹാന കൃഷ്ണയെ എനിക്കിഷ്ടമാണ്, ഞാനത് പറയും. അവരുടെ ക്യാരക്ടർ, ലൈക്ക് അവർക്ക് ആൾക്കാരോട് സംസാരിക്കാൻ അറിയാം. പക്ഷേ ഇവിടെ കുറേ പേരെടുത്ത് തലേ വെക്കുന്ന ദിയാ കൃഷ്ണയ്ക്ക് അത് അറിയില്ല. അത് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. എന്നെ തെറി പറയാൻ കാത്തിരിക്കുന്നവർക്ക് ഞാൻ തെളിയിച്ചു തരാം. എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഒരു പരിധിയിൽ കൂടുതൽ ദിയെ അങ്ങോട്ട് ഞാനെടുത്ത് തലേ വെക്കാത്തതെന്ന്. അത് ദിയയുടെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട്. മനസ്സിലായില്ലേ? അതൊക്കെ ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് സുന്ദരികളായ ആ 3 പെൺകുട്ടികൾ, മക്കളെ, ഒരു നിമിഷമെങ്കിലും നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നു. കാരണം സാധാരണക്കാരായിട്ടുള്ള പിള്ളേരാണല്ലോ, പാവങ്ങളായിരിക്കുമല്ലോ, കൊടുക്കാൻ വേണ്ടി വല്ലതും ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം. ഒരു സാധാരണക്കാരനാണ് ഞാനും. എനിക്ക് അങ്ങനെ ഒരു സംശയം വന്നു. ആരെങ്കിലും ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നിൻ്റെയൊക്കെ കയ്യിരിപ്പ് മൊത്തം ഇന്നലെ രാത്രിയിലാണ് ഞാൻ അറിഞ്ഞത്. നിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ എനിക്ക് കിട്ടി, എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്ന്. അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ദിയയോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ദിയ അയച്ച വോയിസ് ഇവളുമാർ കേൾക്കുമ്പോൾ തിരിച്ചെന്ത് വോയിസ് ഇടണം എന്നൊക്കെ സംസാരിക്കുന്ന, ഡിസ്കസ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ അഹാന കൃഷ്ണ കാണുമെന്നറിയില്ല വീഡിയോ, ഇല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നവർ അഹാനയുടെ ഇന്നലത്തെ ആ ഒരു സിന്ധു കൃഷ്ണയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ അഹാന പറയുന്നുണ്ട്, ഇവളന്മാരുടെ ഈ 3 പെൺകുട്ടികളിൽ 2 പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിനകത്ത് അവരുടെ ഭർത്താക്കന്മാരും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ പാവങ്ങളാണ് എന്നൊക്കെ അഹാന പറയുന്നത് കേട്ടു. ഒരിക്കലും അവന്മാർ പാവങ്ങളല്ല, അവന്മാരും ഇതിനകത്ത്
കൈയുണ്ടാവുമാർക്ക്, ഞാൻ തെളിയിച്ചു തരാം അതൊക്കെ. അതിനായിട്ട് ആദ്യത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കേട്ടേ, വളരെ കുറച്ചേ ഉള്ളേ, ഒന്ന് ശ്രദ്ധയോടെ കേട്ടോണേ. എത്ര രൂപയാണ് പറ്റിച്ചിരിക്കുന്നത് ദിവ്യ? ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ആദ്യത്തേത്, ആ 3 പെൺകുട്ടികളിൽ ഒരുത്തി അപ്പുറം ഇരിപ്പുണ്ട്, മറ്റൊരുത്തിയാണ് ദിയയോട് സംസാരിക്കുന്നത്. അതിനകത്ത് തന്നെ അവൾ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾ ഓൾറെഡി സമ്മതിച്ചതല്ലേ, അതായത് പൈസ തട്ടിയ കാര്യം സമ്മതിച്ചതല്ലേ എന്നിവള് പറയുന്നുണ്ട്. പിന്നെ എന്തിനാടി മോളെ നീ നമ്മളെ വരെ പൊട്ടന്മാരാക്കിയത്? മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് എന്തൊക്കെ കഥകളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാനും വിശ്വസിച്ചു. ഓക്കെ, ഇല്ലാന്ന് ഞാൻ പറയില്ല, വിശ്വസിച്ചു. കാരണം അതുപോലെയാണ് ഇവർ സംസാരിച്ചിരുന്നത്. പക്ഷെ അതാ അവരുടെ വീഡിയോയിൽ ദിയോട് സംസാരിക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനകത്ത് നല്ല പിന്നരെ മോളെ ഒരു നിമിഷം നിന്റെയൊക്കെ സൈഡിൽ സത്യമുണ്ടെന്ന് വിശ്വസിച്ചു. ബാക്കി കേക്ക്. ചേച്ചിനോട് വിളി നിർത്തിക്കോ, പല്ലടിച്ചാ പൊട്ടിക്കും. എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക്. നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ. കേട്ടല്ലോ, എടുത്ത് തല വെക്കുന്നവന്മാരെല്ലാം കേട്ടല്ലോ. മാന്യമായിട്ടുള്ള ചേച്ചിയുടെ വോയിസ് ആണത്, അറിയാലോ. ചേച്ചി പറയുന്ന കേട്ടല്ലോ. ചേച്ചിയുടെ മാന്യമായിട്ടുള്ള സൈഡേ നിങ്ങളും ഞാനും ഒക്കെ കണ്ടിട്ടുള്ളൂ. ചേച്ചിക്ക് വേറൊരു സൈഡുണ്ട്. ഇത് നേരത്തെ ചേച്ചിയുടെ പല പരിപാടികളും കണ്ടപ്പോൾ മനസ്സിലായ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പോലെ കുറേ ആളുകളുണ്ട് ചേച്ചിയുടെ ഈ ഒരു സൈഡ് മനസ്സിലാക്കിയവർ. അവരാണ് ഒരു പരിധിയിൽ കൂടുതൽ ഈ ചേച്ചി അങ്ങോട്ട് എടുത്ത് തല വെക്കാൻ പോകാത്തത്. കാരണം ഈ ചേച്ചിക്ക് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടെന്ന് നമുക്കറിയാം. മനസ്സിലായോ? ഈ ചേച്ചി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുവടേ. കാരണം അങ്ങനെയൊക്കെ ചെയ്യൂ ഈ ചേച്ചി. കേട്ടല്ലോ, നിങ്ങൾ തന്നെ കേട്ടല്ലോ. ചുമ്മാ കയറി തെറി പറയാൻ വരുന്നവന്മാരിതൊന്ന് കേട്ടോണം. ആ ചേച്ചിയുടെ വായിൽ നിന്ന് തന്നെ വീഴുന്നുണ്ട് ദിയക്കുട്ടിയുടെ. അത്ര നല്ല സൈഡൊന്നും അല്ല എനിക്കുള്ളത്, എനിക്ക് വേറെ ഒരു സൈഡുണ്ട് എന്ന് പറയുന്നുണ്ടേ. കേട്ടല്ലോ. ബാക്കി എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടോളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. ഈ 3 പെൺപുലികൾ ചെയ്ത പോലെ കട്ടും മോട്ടിക്കുന്ന പരിപാടിയൊന്നും ദിയക്കില്ല. അത് ദിയ പറയുന്നുണ്ട്. നമ്മളും അത് ഒരിക്കലും പറയില്ല ദിയ അങ്ങനെ ചെയ്യുമെന്ന്. അതിന്റെ ആവശ്യമൊന്നുമില്ല ദിയക്ക്. പക്ഷെ ഇവരെക്കാട്ടിലും തറയാണ് എന്ന് ദിയ തന്നെ പറയുന്നുണ്ടല്ലോ. ദിയയുടെ വാഗൊണ്ടാണല്ലോ പറയുന്നത്, ഞാനല്ലേ പറയുന്നത്. കേട്ടല്ലോ. ഇതൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇവളുടെ കേസ് വരുമ്പം ചാടിക്കേറി ഇവളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ പോകാത്തത്. ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു 2 പ്രാവശ്യം നമ്മൾ ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെ 2 പ്രാവശ്യം 2 വീഡിയോ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്ന് കുറച്ചൊക്കെ അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷേ എന്നാലും ഒരു പരിധി കൂടുതൽ എനിക്ക് പറ്റില്ല ഉള്ള കാര്യം ഞാൻ പറയും. കാരണം നിങ്ങൾ തന്നെ കണ്ടല്ലോ, ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടുന്ന് പൈസ അടിച്ചു മാറ്റി നേരെ പിടിച്ച് 3-നെയും പോലീസിൽ ഇട്ടു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ വിളിച്ച് ചൂടാവുന്നതിന് ഒരു ചൂടായിക്കോ തെറി പറഞ്ഞു ഒന്നും ഞാൻ പറയത്തില്ല. കാരണം ദിയയ്ക്ക് അതിനുള്ള അവകാശമുണ്ട്. അവൾ മറ്റേ മേളിൽ നിന്ന് പറിച്ചെടുത്ത് ഉണ്ടാക്കി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും അവൾ ആ സ്ഥാപനം അങ്ങനെ ആക്കിയത്. അപ്പം അതിനകത്ത് പൈസ വരുമ്പോഴത്തേക്ക് പൈസ വേറെ ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ സങ്കടം വരും, നമുക്ക് മനസ്സിലാവും അത്. പക്ഷെ ഇപ്പോൾ ആ ഒരു സങ്കടത്തിൻ്റെ കുറച്ച് സത്യങ്ങളും കൂടെ വിളിച്ചു പറഞ്ഞു. കേട്ടല്ലോ, നല്ല തറ കുണമാണ് എനിക്ക്, പബ്ലിക് ഫിഗർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നുള്ള കാര്യം അവൾ പറയുന്നുണ്ട്. അവളുടെ പബ്ലിക് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവൾ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. അത് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് അത്രേ ഉള്ളൂ എല്ലാവരോടും പറയാൻ. ഓക്കെ, അതെല്ലാവരും നമുക്ക് എല്ലാവർക്കും, ഈ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ നമ്മളെല്ലാവരും അത്രയും വലിയ, നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് മാന്യന്മാരായിരിക്കും, ഞാൻ അത്ര വലിയ മാന്യനൊന്നും അല്ലേ. എനിക്കൊക്കെ ഇച്ചിരി വേറെ സൈഡും കൂടെ ഉണ്ട്. എന്ന് വെച്ചിട്ട് ആരെയും ദ്രോഹിക്കുകയോ മറ്റേ പിടിച്ചു പറിക്കുകയും മറ്റേ പീഡിപ്പിക്കുകയോ അങ്ങനത്തെ ഒന്നും അല്ല. ഓക്കെ, അങ്ങനത്തെ ഒന്നും അല്ല. പക്ഷേ എന്നാലും കൊച്ചു കള്ളത്തരങ്ങളും ഇച്ചിരി കള്ളങ്ങളും ഒക്കെ ഉള്ള ആൾ തന്നെയാണ്. ഒരുപാട് വലിയ മാന്യനൊന്നും അല്ല, അത് ഞാനും പറയും. ദിയ ആണെങ്കിലും അത് പറയുമ്പോഴത്തേക്ക് പക്ഷെ ദിയ കുറച്ചും കൂടെ വേറെ തറയാണ്. നമ്മൾ അത്ര തറയൊന്നും അല്ല ചേച്ചി, അത് ഞാൻ പറയും. തറയൊന്നും അല്ല, തറ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. ബാക്കി കേൾക്കണ്ടേ ഇനി നിങ്ങൾക്ക്? ഇനിയും വേറൊരു ഐറ്റം ഉണ്ട്. അതായത് ഞാൻ ഈ സിന്ധു കൃഷ്ണയുടെ ചാനലിൽ വന്ന വീഡിയോയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ 3 പെൺകുട്ടികൾ വന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഈ 2 സൈഡിൽ ഇരിക്കുന്ന നടുക്കൊരു പെങ്കൊച്ചുണ്ട്, ഒരു കണ്ണാടി വെച്ച് ഇച്ചിരി ബോൾഡായിട്ട് സംസാരിക്കുന്നത്. അപ്പുറം ഇപ്പുറം നിൽക്കുന്ന 2 പെൺപിള്ളേരുണ്ട്. വായിൽ പല്ലുണ്ടോന്ന്, വായിൽ നാക്കുണ്ടോന്ന് തപ്പി നോക്കണം, മിണ്ടാട്ടമില്ല. എന്നാൽ അതിനകത്ത് ഒരു ഡയലോഗ് അടിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കേൾപ്പിക്കുക, ഇതൊന്ന് കേട്ടോണേ. ആ ഇരിക്കുന്ന ഐറ്റത്തിനെ കണ്ടോ? പൂത്തൈഡ്
ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ അവളുടെ വായിൽ നാക്കുണ്ടോ എന്നൊക്കെ തപ്പി നോക്കണമായിരുന്നു. ഈ അഹാനയൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല. ഇവളുടെയൊക്കെ തനിക്കുണമാണ് ഇതിനകത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇതൊക്കെ പുറത്തു വന്നുകൊണ്ട് മാത്രമാണ് ഇതിനെയൊക്കെ രണ്ട് തെറി പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കും തോന്നിയത്. കാരണം ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക, നമ്മളെയൊക്കെ നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിച്ചു. ഒന്നാമത് ഞാൻ നേരത്തെ നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുക, ദിയയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു നിമിഷം പൊട്ടിയപ്പോഴാണ് അതൊക്കെ പുറത്തേക്ക് വന്നത്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് ഇതിന് മുമ്പ് പല ആൾക്കാരോടും കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവളുടെ ആ സംസാരത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാള് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്കെതിരെ 3 പെൺപിള്ളേർ ഇങ്ങനെ പഞ്ചപാവത്തിനെ പോലെ നിന്ന് വന്ന് കരഞ്ഞു കൂവി സംസാരിക്കുമ്പോൾ ഇച്ചിരിയൊക്കെ നമ്മുടെ മനസ്സലിയും. അവരുടെ സൈഡിലോട്ടൊന്ന് കേൾക്കാനൊക്കെ ചെവി കൊടുക്കും. മനസ്സിലായില്ലേ? അതാണ് സംഭവിച്ചത്. പക്ഷെ അത് ഇതുപോലുള്ള ചില നാശ കോടാലുകൾ കാരണം ഇവിടെ ഞാനങ്ങ് ഞാനത് മാറ്റിവെക്കുക. അത്രയും പാവം തോന്നിയ 3 എണ്ണമൊക്കെയാണ് ഈ പരിപാടി കാണിക്കുന്നത്. ഇതിനകത്തു നിന്നൊക്കെ തന്നെ ക്ലിയർ ആണ് മക്കളെ, നിങ്ങൾ നല്ല രീതി 3G ആക്കിയിട്ടുണ്ടെന്ന് ദിയ കൃഷ്ണയുടെ ആ ഒരു സാമ്രാജ്യത്തെ. പക്ഷെ ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. അടുത്തൊരു ക്ലിപ്പും കൂടെ ഉണ്ട്, ഇതും കൂടെ ഒന്ന് കേട്ടോ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 സീറ്റോട്ട് വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെയും ജീവിതം ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ജീവനോടെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇനി 3 പെൺപിള്ളേരോടാണ് എനിക്ക് പറയാനുള്ളത്. മക്കളെ, നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് കഥ പറഞ്ഞു. അപ്പം ആരുമില്ലായിരുന്നു, ദിയയും ഗുണ്ടകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റി, അതുകൊണ്ട് പറഞ്ഞു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിനും തർക്കിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ, ഈ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ, ഇതിൽ ദിയയും കൂട്ടുകാരും ഗുണ്ടകളും ഒന്നും സൈഡിലില്ലല്ലോ. അപ്പോൾ പോലും ദിയോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ 50,000 രൂപയുടെ കണക്കൊക്കെ പറയുന്നുണ്ടല്ലോ, എടുത്തു മാറ്റിയതും ഓട്ടിച്ചതും ഒക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനി മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് കഥ പറയരുത്. നല്ല തന്തയ്ക്കുള്ളി കിട്ടും. ഒരു മയോ ഇല്ല. കാരണം എനിക്കുമൊക്കെ ചെറിയ ഒരു പൊടിക്കൊരു സങ്കടം തോന്നി. കാരണം ഇതുങ്ങളുടെ വാക്ക് കേട്ടിട്ട് ലൈക്ക് ഒരു തെറ്റ് ഇവരുടെ സൈഡിൽ തന്നെയാണെന്ന് തെളിയുന്നുണ്ട്. എങ്കിൽ പോലും ഇവരുടെ വാക്ക് കേട്ട് നമ്മളൊക്കെ ഒരു നിമിഷം വിശ്വസിച്ചല്ലോ എന്നാണ്. അതിലെനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ വിശ്വസിച്ചു ഇവരുടെ സംസാരം കേട്ടപ്പോൾ. കാരണം പഞ്ചപാവങ്ങളായിട്ട് 3 ഇത്തിരി മനസ്സലിവ് ഉണ്ടായിപ്പോയി. അത് ഈ പരിപാടിയോടുകൂടി ഞാനൊക്കെ നിർത്തി. ഇനി നടക്കുകയില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സിന്ധു കൃഷ്ണയുടെ ചാനലിൽ ഇന്നലെ വന്ന വീഡിയോ ക്ലിപ്പ്, അതിനകത്തെ കുറച്ച് ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കാരണം അതിനകത്തു നിന്നൊക്കെ കൺഫേം ആണ് ഈ 3 പേരും നല്ല ഒന്നാന്തരം പര കള്ളികളാണെന്ന് കൺഫേംഡ് ആണ്. കാരണം അവർ തന്നെ അവിടെയും സമ്മതിക്കുന്നുണ്ട്. ഇതൊന്ന് കണ്ടോ. ഒരു സെക്കൻഡ്, ഇത് ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാള് മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം മനസ്സിലായി. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല. അഹാന എത്ര നീറ്റായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ദിയ കൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഇത്രയും നീറ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല. കുട്ടിയുടെ ക്യാരക്ടർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ അവളുടെ കാശാണല്ലോ, അപ്പോൾ അവൾക്ക് എന്തായാലും പൊട്ടും. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അഹാന ഈ ഡീൽ ചെയ്യുന്ന രീതി, അഹാനയും ഒരു ലിമിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിൽ പറയുന്നുണ്ട്. കള്ളി എന്ന് വരെ അവിടെ ഇരിക്കുന്നവളെ വിളിക്കുന്നുണ്ട്. ഞാനിത് മൊത്തം കേൾപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. വിളിക്കുന്നുണ്ട്. അഹാനയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ അവൾക്ക് സംസാരിക്കാൻ അറിയാം. എങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ക്യാമറ ഉണ്ട് അവിടെ, അല്ലെങ്കിൽ വാട്ടെവർ ക്യാമറ ഉണ്ടോ ഇല്ലയോ, അവൾക്ക് പബ്ലിക് ഫിഗർ ആയിട്ടുള്ള അഹാനയ്ക്ക് സംസാരിക്കാൻ അറിയാം. പക്ഷെ ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ദിയയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. ദിയയ്ക്ക് നേരത്തെ ആ ഒരു വോയിസ് നിങ്ങൾ കേട്ടല്ലോ, ഞാൻ കുത്തിയ വോയിസ്. അതിന് തന്നെ ദിയയ്ക്ക് അറിയാം ചിലപ്പോൾ അവരത് റെക്കോർഡ് ചെയ്യുമെന്ന്, ചിലപ്പോൾ അറിയാമായിരിക്കും. എന്നിട്ട് പോലും അവൾ ആ സംസാരിക്കുന്ന രീതി, അറ്റ്ലീസ്റ്റ് പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ദിയയ്ക്ക് പബ്ലിക്ക് കേൾക്കാൻ പോകുന്ന ഒരു കാര്യത്തിലെങ്കിലും ഇച്ചിരി നീറ്റ്നെസ് കാണിച്ചുകൂടെ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വേറൊന്നും വേണ്ട. അതുപോലും ഇല്ല. അപ്പോൾ കുറേ പേര് പറയുമായിരിക്കും അവൾ ഓപ്പൺ ആണ്, അവൾ അങ്ങനെയാണെന്ന്. മക്കളെ, അങ്ങനെ ഓപ്പൺ ആണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ.
ഈ ഒരു വീഡിയോ സിന്ധു കൃഷ്ണയുടെ ചാനലിൽ വന്നിരിക്കുന്ന വീഡിയോയിൽ അവിടെയും ഇരിപ്പുണ്ട് അശ്വിൻ ഗണേഷ് എന്ന് പറയുന്ന ദിയയുടെ ഭർത്താവും ദിയയും. അവിടെ വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ദിയ ഇരുന്ന് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ വെച്ച് ഈ വോയിസിൽ അല്ലെങ്കിൽ കോളിൽ വിളിച്ച് പറഞ്ഞപ്പോഴുള്ള ആ ഒരു രീതിയിൽ എന്തുകൊണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ചില്ല? അപ്പം മറ്റേ സാധനമുണ്ട്, പബ്ലിക് ഫിഗർ, നാട്ടുകാർ കാണും വിഷ്വല്, അപ്പം സീനാവും, നാണം കെടും അല്ലേ? ഇതിലാണ് ഈ ഒരൊറ്റ കേസിലാണ് എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആ കുട്ടിയോട് യോജിക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റാത്തത്. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ദിയയുടെ സൈഡിലാണ് ശരി. ദിയ തെറി പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. പച്ചയ്ക്ക് 2 തെറി പറഞ്ഞാലും ദേ ഡിസേർവ് ദാറ്റ്. പക്ഷേ എങ്കിലും കുറച്ച് സംശയങ്ങൾ ഈ വിഷയത്തിൽ വേറെയുമുണ്ട്. എന്തുകൊണ്ടാണെന്നല്ലേ, വഴിയെ ഞാനത് തെളിയിച്ചു തരാം. ബാക്കി നിങ്ങളൊന്ന് കേക്ക്. ഒരിടത്തും പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? അഭിനേതയ്ക്ക് അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത്? പൊന്നാര മക്കളെ, അവസാനം എല്ലാം അങ്ങ് സമ്മതിച്ചു, എന്നിട്ട് കുറ്റബോധം തോന്നി എന്നല്ലേ നിനക്കൊക്കെ? ഈ പൊന്നാര മക്കൾ കാരണം നിങ്ങൾ ആലോചിക്കണം, ഇനി ഇതുപോലൊരു വിഷയം വരികയാണ്. അതായത് ഈ ദിയാകൃഷ്ണയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു മുതലാളി, ഈ 3 പെൺകുട്ടികൾക്ക് പകരം വേറെ ഏതെങ്കിലും തൊഴിലാളികൾ, ഈ തൊഴിലാളികളുടെ കയ്യിലാണ് ശരിയെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആ തൊഴിലാളികളുടെ കയ്യിലാണ് ശരിയെങ്കിൽ പോലും നമ്മളെല്ലാവരും ഇനി ഒരു 10 തവണ ആലോചിച്ചിട്ടേ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ കൂടെ നിൽക്കാൻ പോവുള്ളൂ അല്ലേ? നിങ്ങൾ പറ, ഇതുപോലുള്ള പൊന്നാര മക്കൾ കാരണം. ചെറിയ എമൗണ്ടൊന്നും അല്ല അടിച്ചത്, 69 ലക്ഷം രൂപയാണെന്നാണ് ഇന്നലെ കൃഷ്ണകുമാർ അണ്ണനൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു എമൗണ്ടിന്റെ കാര്യത്തിൽ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണം കേട്ടോ. അതിലേക്കൊക്കെ വരാവേ, ബാക്കി നിങ്ങളൊന്ന് കേട്ടോ. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല, ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യാതെ ഇവർ നിൽക്കുക. അഹാന കൃഷ്ണ, നിങ്ങൾ ആ പറഞ്ഞ കാര്യം മകളെ വേറൊന്നുമല്ല, അവിടെ നിൽക്കുന്നവന്മാര്, അതായത് ഈ പെൺകുട്ടികളുടെ 2 പേരുടെ ഭർത്താക്കന്മാര്, അവന്മാര് നാറ്റക്കേസ് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ്, അവന്മാർക്കൊന്നും അറിയില്ല എന്ന് അഹാന കൃഷ്ണ പറയുന്നത് ഞാൻ കേട്ടു. അവന്മാരല്ലെങ്കിൽ വേറെ ഏതോ ആണുങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഞാൻ നേരത്തെ ഇവളുമാരിരുന്ന് സംസാരിക്കുന്ന വീഡിയോ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? അതിലൊരു വീഡിയോയിൽ, എനിക്ക് തോന്നുന്നു അവസാനം കേൾപ്പിച്ച വീഡിയോയിൽ, അവിടെ ഇരുന്ന് 2-3 ആണുങ്ങളുടെ സംസാരവും ആണുങ്ങളുടെ ഒച്ചയും ആ ഒരു വീഡിയോ ക്ലിപ്പിലുണ്ട്. ഓക്കെ, ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ബാക്ക് ഓടിച്ചു പോയി നോക്കുക. അതിൽ ഒരെണ്ണത്തിലുണ്ട്, അതായത് ആണുങ്ങളുടെ സൗണ്ട് കയറി വന്നിട്ടുണ്ട്. അതായത് അവളുമാർ മാത്രമല്ല, ഇതിനകത്ത് ആണുങ്ങൾ ആരൊക്കെയോ ഇൻക്ലൂഡഡ് ആണ്. അത് ഇവളുമാരുടെ ഭർത്താക്കന്മാരാണോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആരോ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ബാക്കി കേൾക്കാം. അതുകൊണ്ട് തന്നെ അഹാന, ഒരു കാരണവശാലും അവിടെ നിൽക്കുന്നവന്മാർ കംപ്ലീറ്റ്ലി അങ്ങ് പാവപ്പെട്ടവന്മാരാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും കൂടെ ഒന്ന് വീക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട് ഇതിനകത്ത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് മൊത്തത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ ഇനിയൊന്ന് ഞാൻ നോക്കും, ബാക്കിയൊന്ന് കേക്ക്. ചേച്ചി ദയവ് ചെയ്ത് അവരുടെ അച്ഛനമ്മമാർ പോലും ഇവർ അറിഞ്ഞിട്ടില്ല. അച്ഛനമ്മയൊക്കെ ഇനി ടിവിയിലും ഫോണിലും പേപ്പറിലും അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ ഇന്നലെ ആത്മഹത്യ സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാം. ഇപ്പൊ ഒരു പണം വെച്ചാൽ 5 ലക്ഷം രൂപ കൊടുക്കുന്ന ആധാർ കാർഡ് ഉണ്ടോ കയ്യിൽ? ഇതൊക്കെ എവിടെ കൊണ്ട് പുറത്തിറങ്ങി നടന്ന ആധാർ കാർഡും ID കയ്യിൽ വെക്കത്തില്ലേ? സ്കൂട്ടർ ആരാ ഓടിച്ചു വന്നേ? ഇവന്മാരാ? പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം. അയ്യോ, അധികം പാവം കളിക്കില്ലേ? ഇതിന്റെ മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക. അവളാണ് ഏറ്റവും പാവം. ആ ആർക്കോന്റെ ഏടടുത്തിരിക്കുന്ന ആ പെങ്കൊച്ചുണ്ടല്ലോ, അവളെയാണ് നേരത്തെ നിങ്ങൾ കാണിച്ചത്. മറ്റേ ചൂച്ചൈഡിന്റെ കാര്യമൊക്കെ പറഞ്ഞവള്, അവളാണ് അവിടെ ഇരിക്കുന്നത്. എടി പുന്നാര എടി, ഇവളൊക്കെയാണ് മാധ്യമങ്ങളോട്, ആ നടുക്കിരിക്കുന്ന പെണ്ണാണ് മാധ്യമങ്ങളോട് ചാടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവന്മാരും പക്ഷെ ഇത്ര ഒന്നും ചാട്ടമില്ലായിരുന്നു. പക്ഷെ വയ്യ, പാവം പിള്ളാരാ.
പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ആ അടുത്തിരിക്കുന്ന ചുന്ദരി, എൻ്റെ പൊന്നു മോളെ. ബാക്കി അവൻ വിടും. തെറ്റ് നീ പാളി. അവൻ അത് പറ. കേട്ടല്ലോ, തെറ്റ് പറ്റിയെന്ന് അവള് സമ്മതിക്കുന്നുണ്ട്. എന്തിനാ പൊന്നുമോളെ അവിടെ നിന്ന് നീ തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ച്? അല്ല, അത് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കുന്ന അവർ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ വന്ന് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് ഛർദ്ദിക്കാൻ തുടങ്ങിയത് ഇന്ന്? നീ ഇതൊക്കെ ഇവർ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചാണെന്നാണ് നിങ്ങൾ പറയുമോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ, എന്ത് വേണമെങ്കിലും സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇനിയാണ് മെയിൻ ഒരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. അതായത് കൃഷ്ണകുമാറിയേട്ടനും ദിയയൊക്കെ ഒരു 69ന്റെ കണക്ക് പറയുന്നുണ്ടായിരുന്നു, 69 ലക്ഷത്തിൻ്റെ. പക്ഷെ ഇവിടെ വേറൊരു കണക്ക് ഒരാളുടെ വായിൽ നിന്ന് വീഴുന്നത് ഞാൻ കേട്ടു. ഇത് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് കേൾക്കണേ. 25 ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തിയിട്ടിരിക്കുകയാണ് ഈ 3 കള്ളികൾ. 25 ലക്ഷത്തിന്റെ തിരിമറിയാണ് അവിടെ നടത്തിയത് എന്നാണ് നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഭാര്യ ദിയയുടെയൊക്കെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണ ചേച്ചി പറയുന്നത്. അപ്പം ഏത് എമൗണ്ടാ ശരി? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. അച്ഛനും മോളും പറഞ്ഞു 69 ലക്ഷം രൂപ തട്ടിയിട്ടുണ്ടെന്ന്. അമ്മ വന്നിട്ട് പറയുന്നു 25 ലക്ഷത്തിന്റെ തട്ടിപ്പാണ് നടത്തിയെന്ന്. സത്യം പറയാലോ, നിങ്ങൾ പറ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെവിക്ക് വല്ല കുഴപ്പം, ഞാൻ കേട്ടത് തെറ്റാണോ? കുറേ പേര് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നീ കറക്റ്റായിട്ടല്ല പറഞ്ഞത്, ആ പോയിന്റ് തെറ്റായി. ഈ പോയിന്റിനെ പറ്റി നിങ്ങളൊന്ന് പറ. എന്താ നിങ്ങളിപ്പോൾ കേട്ടത്? 25 ലക്ഷത്തിന്റെ തിരിമറി എന്നാണോ? 25 ലക്ഷത്തിന്റെ തിരിമറിയാണെങ്കിൽ എന്തിന് 69 ലക്ഷം എന്ന് ദിയാകൃഷ്ണയും കൃഷ്ണകുമാറിയേട്ടനും പറഞ്ഞു? എനിക്കറിയില്ല. ഞാൻ ഈ കേട്ടത് നിങ്ങളോട് ചോദിക്കുക. ഞാനായിട്ട് ഇനി അവർ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം ഇനി എൻ്റെ നെഞ്ചത്ത് വരും. അവർ പറയുന്ന കേട്ടല്ലോ, ഞാനായിട്ട് കൈ നിന്നിട്ട് പറഞ്ഞല്ലോ. ഈ കേൾക്കുന്നത് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ളൊരു ബോധം കുറച്ച് പേരെങ്കിലും ഒന്ന് കാണിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല. ഇത്രേ ഉള്ളൂ. ഈ എമൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന് എനിക്കൊരു ഒരു സംശയം തോന്നിയടേ. അറിയാവുന്നവരൊന്ന് പറ. കേട്ടല്ലോ വ്യക്തമായിട്ട്. സിന്ധു ചേച്ചി പറയുന്നത് എന്താന്ന്? 25 ലക്ഷത്തിന്റെ തട്ടിപ്പ്. അപ്പം 69 എന്താ? ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ഞാൻ ആദ്യത്തെ വീഡിയോ തൊട്ട് പറയുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. കേൾക്കുന്നവർ ചിലപ്പോൾ മനസ്സിലാക്കുമായിരിക്കും, മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.